നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. ജനപക്ഷയാത്രാ വിവാദങ്ങൾക്ക് പിന്നിൽ ഉൾപാർട്ടി ഗൂഢാലോചനയെന്ന് സംശയിച്ച് VM സുധീരൻ. ആപ്പിൾ ട്രീ തട്ടിപ്പുകാരനുമായി വേദി പങ്കിട്ടതിൽ സംഘാടകരുടെ വീഴ്ച പരിശോധിക്കും. ഗൂഢാലോചന ഉണ്ട് എന്ന് സംശയിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ബാർഗോഴ കേസിലെ ഗൂഢാലോചനക്കാരെ അറിയാമെന്ന് KM മാണി ഇത്തരക്കാരെ സമയത്ത് കൈകാര്യം ചെയ്യും. SLBCക്കുള്ള കുറിപ്പിൽ താൻ മദ്യനയത്തെ വിമർശിച്ചു എന്ന വാർത്തയിൽ ക്ഷുഭിതനായ മുഖ്യമന്ത്രി. കുറെ കൂടി മര്യാദ നിങ്ങൾ കാണിക്കണം, എന്നോട് ചോദിച്ചിട്ട് കൊടുക്കാമായിരുന്നു. ഹാരിസൺ മലയാളത്തിന്റെ കൈവശമുള്ള മുഴുവൻ ഭൂമിയും സർക്കാരിന്റേതെന്ന് സ്പെഷ്യൽ ഓഫീസർ. 62,000 ഏക്കറും ഏറ്റെടുക്കാൻ 2 മാസത്തിനുള്ളിൽ ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകും. സർക്കാർ ഇച്ഛാശക്തിയോടെ നടപടിയെടുക്കുമെന്ന് അടൂർ പ്രകാശ് റിപ്പോർട്ടറിനോട്. കരിമണൽ ഖനനത്തിന് സ്വകാര്യ സംയുക്ത സംരംഭകരുടെ അപേക്ഷയും പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. സംസ്ഥാന സർക്കാരിന് പരിമിതമായ അധികാരം മാത്രം. ഉത്തരവ് മറികടക്കാൻ നയം രൂപീകരിക്കുമെന്ന് ഷിബു ബേബി ജോൺ. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ ഭിന്നസ്വരത്തിൽ CPIM നേതാക്കൾ. അന്വേഷണം സംശയാസ്പദമെന്ന് MA ബേബി. ഗൂഢാലോചന വാദം അപ്രസക്തമെന്ന് P ജയരാജൻ. അണികൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകിയതിൽ ആത്മപരിശോധന വേണമെന്ന് പന്ന്യന്റെ വിമർശനം. കോട്ടയത്തും പത്തനംതിട്ടയിലും H5N1 സ്ഥിരീകരിച്ചു. പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സംഘമെത്തി. കുട്ടനാട്ടിൽ വളർത്തുപക്ഷികളെ കൊല്ലുന്നത് തുടരുന്നു. ജനപക്ഷ യാത്രാ വിവാദങ്ങൾക്ക് പിന്നിൽ ഉൾപാർട്ടി ഗൂഢാലോചനയാണെന്ന സംശയമുണ്ടെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ആപ്പിൾ ട്രീ തട്ടിപ്പ് കേസിലെ പ്രതിക്കൊപ്പം വേദി പങ്കിട്ടതിൽ സംഘാടകർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ജനപക്ഷ യാത്ര പലരെയും അസ്വസ്ഥമാക്കുന്നുണ്ടെന്നും VM സുധീരൻ കോട്ടയത്ത് പറഞ്ഞു. നൂറുകണക്കിന് നിക്ഷേപകരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ആപ്പിൾ ട്രീ ചിട്ടി കമ്പനിയുടെ ചെയർമാനായിരുന്ന KJ ജെയിംസിനൊപ്പം വേദി പങ്കിട്ടതോടെയാണ് VM സുധീരന്റെ ജനപക്ഷ യാത്ര വീണ്ടും വിവാദത്തിലായത്. യോഗത്തിനിടെ ഷാളണിക്കാനെത്തിയ ജെയിംസിനെ സുധീരൻ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ വേദിയുടെ ഒരു വശത്ത് DCC സെക്രട്ടറി കൂടിയായ ജെയിംസ് ഇരിപ്പുറപ്പിച്ചു. ഇക്കാര്യത്തിൽ സംഘാടകർക്ക് വീഴ്ച പറ്റിയോ എന്ന് അന്വേഷിക്കാനാണ് സുധീരന്റെ നിർദ്ദേശം. ജെയിംസിനെതിരെ നേരത്തെ നടപടിയെടുക്കേണ്ടതായിരുന്നുവെന്നും സുധീരൻ പറഞ്ഞു. അദ്ദേഹം ഹാരമണിയിക്കാൻ വന്നപ്പോഴേ അത് തടഞ്ഞിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മറ്റത്തിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. ഏതായാലും ഈ കാര്യത്തിൽ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വല്ല വീഴ്ചയുണ്ടോ, എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളത് അതും പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. ശ്രീ ബാബു പ്രസാദിനെ തന്നെയാണ് ആ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ചങ്ങനാശ്ശേരിയിൽ ബാറുടമകളിൽ നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഇടനിലക്കാരായി പണം പിരിച്ചെന്ന ആരോപണത്തിൽ പാർട്ടിക്കുള്ളിൽ ഗൂഢാലോചന നടന്നെന്ന സൂചനയും സുധീരൻ നൽകി. ഗൂഢാലോചന കണ്ടെത്താൻ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഗൂഢാലോചന ഉണ്ട് എന്ന് സംശയിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏതെല്ലാം തലത്തിലാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് പരിശോധനയിലൂടെ പറയാൻ പറ്റും. യാത്ര പലരെയും അസ്വസ്ഥമാക്കുന്നതായും മുരളീധരനെ പരോക്ഷമായി പരാമർശിച്ച് സുധീരൻ പറഞ്ഞു. റിപ്പോർട്ടർ, കോട്ടയം. ബാർഗോഴ ആരോപണം സംബന്ധിച്ച് ഗൂഢാലോചന നടത്തിയവരെ പാർട്ടിക്ക് അറിയാമെന്ന് KM മാണി. അവരെ സമയത്ത് കൈകാര്യം ചെയ്തുകൊള്ളാം. തൻ്റെ വീട്ടിൽ ആർക്കും ഏത് സമയത്തും കയറി വരാമെന്ന കാര്യം VS അച്യുതാനന്ദൻ ഓർക്കണം. കയ്യിൽ കിട്ടിയ സീറ്റ് വിറ്റ് പണം വാങ്ങിയ ആളാണ് പന്ന്യൻ രവീന്ദ്രനെന്നും KM മാണി പാലായിൽ പറഞ്ഞു. ഏഴാക്കൊഴിച്ചിലും ഇല്ലായ്മ ചെയ്യാനൊന്നും ആർക്കും പറ്റിയല്ല. ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. പക്ഷെ ആ ഗൂഢാലോചനയൊക്കെ നമുക്ക് മനസ്സിലറിയാം. അറിയാവുന്നല്ല ഇപ്പൊ വിളിച്ചു പറയാനായിട്ട് ഒന്നുമില്ല. ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനക്കാരെ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് നമ്മൾ കൈകാര്യം ചെയ്തോളാം. ഞായറാഴ്ച മാണിയുടെ വീട്ടിൽ ചെന്നാൽ നൂറുകണക്കിന് ആളുകൾ ആ മുറ്റത്തെല്ലാം നിൽക്കുന്നത്. അവിടെ എല്ലാം പൈസ കൈമാറുക എന്നാണ് പറഞ്ഞത്. ഇയാളുടെയൊക്കെ കാര്യം ഞാൻ ഓർക്കുക. VS അച്യുതാനന്ദന്റെ വീട്ടിൽ ചെല്ലെങ്കിൽ പാസ് എടുക്കണം. അച്യുതാനന്ദ എന്റെ വീട്ടിൽ വരണമെങ്കിൽ ഒരു പാസ് എടുക്കണ്ട. പിന്നെ CPI പന്ന്യൻ രവീന്ദ്രൻ. എനിക്കത് എന്ത് പറയാനത്? കൈ കിട്ടിയ സീറ്റ് വിറ്റ് പണമാക്കുന്ന ആൾ വ്യക്തികളോട് KP അനിൽകുമാർ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ, ആനത്തലവട്ടം ആനന്ദൻ എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീ KP അനിൽകുമാർ, ജനപക്ഷ യാത്രാ വിവാദങ്ങൾക്ക് പിന്നിലെ ഉൾപാർട്ടി ഗൂഢാലോചന അതെന്താണ്? ജനപക്ഷയാത്രയുടെ പിന്നിൽ ഉൾപാർട്ടി ഗൂഢാലോചനയുണ്ട് എന്ന് KPC പ്രസിഡന്റ് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം രാവിലത്തെ പത്രസമ്മേളനത്തിൽ ഞാനും കൂടെ പങ്കെടുത്തിരുന്നതാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത് ഈ ജാഥയെ തകർക്കുവാനുള്ള ഗൂഢാലോചനകൾ പല മേഖലകളിൽ നിന്നും വരുന്നുണ്ട്.
ആ മേഖലകൾ ഏതാണ് എന്ന് അന്വേഷിക്കും എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഗൂഢാലോചനയാണോ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് പാർട്ടിക്കുള്ളിൽ നിന്നും ഉണ്ടാകാം എന്ന മറുപടിയാണ് VM സുധീരൻ നൽകിയത്. അതാണ് ഉൾപാർട്ടി ഗൂഢാലോചന എന്ന് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അല്ല, പാർട്ടിക്കുള്ളിൽ നിന്ന് കൂടാതെ അത് അവിടുത്തെ DCCയുടെ പ്രസിഡന്റിനെ ചങ്ങനാശ്ശേരിയിൽ ഒരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറെ ഉപയോഗിച്ചുകൊണ്ട് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DCCയുടെ പ്രസിഡന്റിനെ കുറ്റക്കാരനായി കാണിക്കുവാൻ പാർട്ടിക്കകത്ത് തന്നെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്കകത്തുനിന്നും. ശ്രീ KP അനിൽകുമാർ, ഇതൊന്നും തന്നെയും DCC പ്രസിഡന്റിനെതിരായ നീക്കമായി VM സുധീരൻ കാണുന്നില്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ കാണാനാകില്ല. ഇപ്പോൾ എക്സൈസ് വകുപ്പിൽ പണപ്പിരിവ് നടക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നു വന്നിട്ടുള്ളത്, അത്തരം വാർത്തകൾ ഉയർന്നു വന്നിട്ടുള്ളത് VM സുധീരനും സാധാരണ എല്ലാ KPCC പ്രസിഡന്റുമാരും നടത്തുന്ന ജാഥ തന്നെയാണ് നടത്തുന്നത്, മദ്യ മുതലാളിമാർ തന്നെയാണ് അത് ഫണ്ട് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കേണ്ടവർക്കാണ് ഈ തരത്തിലുള്ള വാർത്ത ഗുണകരമായത്. രണ്ടാമത്തേത് ആപ്പിൾ ട്രീ. ഇത്തരം തട്ടിപ്പുകാർ VM സുധീരനോടൊപ്പം ഉണ്ട് എന്ന് പറയേണ്ടതും ഈ പറയുന്ന പാർട്ടിയിലെ ഗൂഢാലോചനക്കാർക്കാണ്, മറ്റുള്ളവർക്കല്ല. അല്ല, ഇതിനകത്ത് ഈ ജാഥ കാസർഗോഡ് നിന്ന് തുടങ്ങി ഇന്ന് ചേർത്തലയിൽ സമാപിക്കുക. ഇതിനിടയ്ക്ക് വലിയ ജനപങ്കാളിത്തമാണ് ഈ ജാഥയ്ക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത്, ഈ ജാഥ വിജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന, ഈ ജാഥ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ നടപ്പിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിച്ചു വിടുന്നത് സ്വാഭാവികം മാത്രമാണ്. എന്നിട്ടും ആകപ്പാടെ 2 ഇൻസിഡന്റുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. കർശനമായി ഈ ജാഥയുമായി ബന്ധപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാറുമായോ മദ്യമുതലാളിമാരുമായോ ബന്ധമുള്ള ആളുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തി ജനപക്ഷ യാത്ര വിജയിപ്പിക്കരുത് എന്ന് വളരെ കർശനമായ നിർദ്ദേശം നൽകി. തനിക്ക് നിരാശയുണ്ട്. ഉമ്മൻചാണ്ടി ചെയ്യുന്ന ജനോപകാര പരിപാടികൾ വിശദീകരിച്ച് ആ സർക്കാരിനെ തിരിച്ചുകൊണ്ടുവരുന്ന കാര്യങ്ങളാണ് സുധീരൻ പൊതുയോഗത്തിൽ പറയേണ്ടിയിരുന്നത്. അങ്ങനെയാണ് ഒരു ജാഥയാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. ഇത് വെറും വെജിറ്റേറിയൻ ജാഥ, പച്ചക്കറി പ്രചരണ ജാഥ അല്ല. അത് ഓരോരുത്തരുടെ വീക്ഷണത്തെ ആശ്രയിച്ചിരിക്കും. മുരളീധരൻ പറഞ്ഞ കാര്യം ഞാൻ അവസാനം പറയാം. ഇവിടെ യഥാർത്ഥത്തിൽ അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണ്, പക്ഷേ അദ്ദേഹം ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ജനപക്ഷ യാത്ര ഒരു വലിയ വിഭാഗം ആളുകളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് CPI-കാരെയോ CPM-കാരെയോ BJP-കാരെയോ ഒന്നുമല്ല, അല്ലെങ്കിൽ മുന്നണിക്കകത്തുള്ള കേരള കോൺഗ്രസിനെയോ മുസ്ലിം ലീഗിനോ അല്ല, നേരെ മറിച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ഏതാനും നേതാക്കന്മാരെയാണ്. അല്ലാതെ വേറെ ആർക്കും അതുകൊണ്ട് ഇളക്കി മറിക്കുന്നില്ലല്ലോ. അല്ല, ഇളക്കി മറിക്കൽ മാത്രമല്ല. ഇപ്പോൾ K മുരളീധരൻ പണ്ട് DIC ആയിരുന്ന കാലത്ത് വലിയൊരു ജാഥ നടത്തി, ഓർമ്മയുണ്ടോ? പിണറായി വിജയൻ്റെ കേരള മാർച്ചിന് തൊട്ട് മുമ്പ് അന്ന് ഇളക്കി മറിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആലുവയിൽ വന്നപ്പോൾ എന്തൊരു സ്വീകരണമായിരുന്നു. മുരളീധരൻ വന്നപ്പോൾ ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ പടക്കം തന്നെ പൊട്ടിച്ചു. അങ്ങനെ പടക്കം പൊട്ടിക്കുന്നല്ലോ 100 ചില്ലാനും ഫ്ലെക്സ് ബോർഡ് വെക്കുന്നല്ലോ പിണറായി വിജയൻ്റെ പോലെ വലിയ രക്തഹാരങ്ങളാണ് ഈ അദ്ദേഹത്തിന് അമ്പും വില്ലും കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോമാളിത്തരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ യാത്രയ്ക്കും. പക്ഷേ ഈ യാത്ര അങ്ങനെയൊന്നുമല്ല. ഇത് വളരെ ഒരു ലാളിത്യവും വിശുദ്ധിയുമുള്ള, ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആദരിക്കുന്ന ഒരാളാണ്. അപ്പോൾ KPCC പ്രസിഡൻറ്റിൻ്റെ കേരള യാത്ര, ജനപക്ഷ യാത്ര എന്ന് പറഞ്ഞാൽ അത് വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ, വലിയ ആലഭാരങ്ങളില്ലാതെ, അതേ സമയത്ത് ഒരു ധാർമ്മികമായ ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഈ K മുരളീധരൻ പറഞ്ഞ പോലെ ഒരു ചന്തപ്രസംഗമല്ല, അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വേറെ ചില കാര്യങ്ങളാണ് എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമേ തന്നെ നമ്മുടെ ബിജു രമേശിനെ കൊണ്ടുവന്നത്. ബിജു രമേശിനെ കൊണ്ടുവന്നത് പ്രതിപക്ഷക്കാരൊന്നുമല്ല. ബിജു രമേശ് ആത്മപ്രചോദിതനായിട്ട് വന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതുമല്ല. അതിൻ്റെ പുറകിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഞാൻ അതിന് ബിജു രമേശ് വന്ന അന്ന് തന്നെ പറഞ്ഞല്ലോ, ഇതിൻ്റെ പുറകിൽ ആരാണ്, ഇന്നിന്ന ആളുകളാണ്, എന്തിനാണ് നടത്തുന്നത്. ഒന്ന് KM മാണി ഇടതുപക്ഷത്തേക്ക് പോകാതിരിക്കാനും ഇനി ചെന്നാൽ തന്നെ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കാനുമാണ്. അത് പ്രാഥമികമായ ലക്ഷ്യം. അതിനേക്കാൾ വലിയ ലക്ഷ്യം VM സുധീരൻ നടത്താൻ പോകുന്ന ജനപക്ഷ യാത്രയുടെ ശോഭ കെടുത്തുക എന്നുള്ളതാണ്. കാരണം VM സുധീരൻ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഉയർന്നു വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഈ മദ്യവിരുദ്ധ രാഷ്ട്രീയത്തിനെ കാറ്റുപിടിച്ചിരിക്കുന്നു, അത് ജനങ്ങൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമെങ്കിലും കത്തോലിക്ക മേത്രന്മാർ, മുസ്ലിം ലീഗ് അടക്കമുള്ള അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി, PDP, പല സംഘടനകളുണ്ടല്ലോ, ലീഗ് മാത്രമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ആ ഒരു ഹൃദയവികാരം ഏറ്റെടുക്കുന്നു. അല്ലെങ്കിൽ സുധീരൻ ഒരു ലാർജർ ദാൻ
ദ ലൈഫ് ഇമേജിലേക്ക് വരുന്നു. അത് കുറേ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് വിഷമമുണ്ടാക്കും. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ബിജു രമേശിനെ കൊണ്ടുവന്നത്. അല്ലാതെ അതിൽ പ്രതിപക്ഷക്കാരോ BJP-ക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തികളോ ഗൂഢശക്തികളോ ജയശങ്കർ പറയുന്ന വാദത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് സമവാക്യം AI എന്ന നിലയിൽ ധ്രുവീകരിക്കപ്പെട്ട് നിൽക്കുകയാണ്. I ഗ്രൂപ്പ് കുറെ കൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് വരികയാണ് സമീപകാലത്ത്. A ഗ്രൂപ്പിന് അതിൻ്റേതായ ഒരു കൺസോൾട്ടേഷൻ നേരത്തെ ഉണ്ടല്ലോ. അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായി ധ്രുവീകരിച്ച് നിൽക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ശ്രീ VM സുധീരൻ ലാർജർ ദാൻ ലൈഫ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന്. അത് പൊളിക്കേണ്ടത് I ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ A ഗ്രൂപ്പിൻ്റെയോ ആവശ്യമല്ലേ? ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി കഴിഞ്ഞതിന് ശേഷം ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന ചോദ്യം ഉയരുമ്പോൾ അത് ഞാൻ തന്നെ എന്ന നിലയിൽ ഉത്തരം പറയേണ്ട ആളാണ്. അതിന് പകരം ഇപ്പോൾ VM സുധീരൻ ഉയർന്നു വരുമ്പോൾ അവിടെ അസ്വസ്ഥത ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? വളരെ ചുരുക്കി. അല്ല, ഇതിനകത്ത് VM സുധീരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കേരളീയ സമൂഹത്തിനകത്ത് ഒരു ഇമേജ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനെ തകർക്കാൻ ആർക്കും സാധ്യവുമല്ല. പിന്നെ VM സുധീരൻ KPCയുടെ അധ്യക്ഷനായിരുന്നു കൊണ്ട് ജനപക്ഷ യാത്ര നടത്തുമ്പോൾ ആ യാത്രയ്ക്ക് കിട്ടുന്ന അംഗീകാരം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കാണ്, കോൺഗ്രസ് പാർട്ടിക്കാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതിൻ്റെ ഗുണം അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനകത്തുള്ള മത്സരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ലഭിക്കുന്നതാണ്. അപ്പം ആ സ്വാഭാവികമായും അത്തരത്തിൽ കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെടണം എന്ന അല്ലെങ്കിൽ ശക്തിപ്പെടരുത് എന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും കോൺഗ്രസിനകത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഈ ജാഥ നടത്തുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ടല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു ഗവൺമെന്റിനെതിരായി കൊണ്ടുള്ള ഒരു ജാഥയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന് പുതുതായി സൃഷ്ടിക്കാനുള്ള ജാഥയോ അല്ല, മറിച്ച് ജനതാൽപര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജനതാൽപര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നേരത്തെ നികേഷ് ചോദിപ്പിച്ച പോലെ വെജിറ്റബിൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിലും ശ്രീ VM സുധീരൻ പറയുന്നത് നാളെയുടെ രാഷ്ട്രീയമാണ്, ഇന്നത്തെ രാഷ്ട്രീയമല്ല. നാളത്തെ രാഷ്ട്രീയമാണ് VM സുധീരൻ പറയുന്നത്. അത് വിവരമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട്, വിവരമുള്ള ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്, കേരളീയ ജനത ഉൾക്കൊള്ളുന്നുണ്ട്. രാഷ്ട്രീയം ഇവിടെ VM സുധീരൻ നേരത്തെ ശ്രീ KP അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ സാധാരണ ഇത്തരം പ്രചരണ ജാഥകളിൽ അല്ലെങ്കിൽ ഓരോ KPCC പ്രസിഡന്റിൻ്റെയോ CPM സംസ്ഥാന സെക്രട്ടറിമാരുടെയോ ഒക്കെ തന്നെയും ജാഥകളിൽ ഉയർന്നു വരാറുള്ളത് വെറും കക്ഷി രാഷ്ട്രീയം മാത്രമാണ്. ശ്രീ VM സുധീരൻ പറയുന്നത് രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ്, അത് വെറും കക്ഷി രാഷ്ട്രീയത്തിൽ മാത്രം ഊന്നിയുള്ളതല്ല എന്ന്. സ്വാതന്ത്ര്യ സമരകാലത്ത് മദ്യഷാപ്പ്, പിക്കറ്റിംഗ്, അതുപോലെ തന്നെ നൂൽപ്പ്, ശുചിത്വം, ഗ്രാമസ്വരാജ് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോയതെങ്കിൽ ആ നിലവാരത്തിൽ നിന്ന് കോൺഗ്രസ് ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ പിന്നോട്ട് പോയിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കാൻ VM സുധീരൻ ശ്രമിക്കുകയാണെന്നാണ് VM സുധീരൻ തന്നെ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാ കോൺഗ്രസിനെ ഞാനൊന്ന് പുതുക്കി കൊണ്ടുവരികയാണ്. ആ പുതുക്കി കൊണ്ടുവരുന്നത് ഈ പറയുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ വെറും ചട്ടക്കൂടിൽ നിന്നുകൊണ്ടല്ല. അതാണ് ശ്രീ KP അനിൽകുമാർ പറയുന്നത്. ഇതുവരെ കോൺഗ്രസ് റാലികളിൽ KPCC പ്രസിഡന്റുമാർ മുന്നോട്ട് കൊണ്ടുപോയ റാലികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജനസമൂഹം ഈ റാലികളിൽ VM സുധീരൻ്റെ റാലികളിൽ കാണാമെന്ന്. അതായത് കോൺഗ്രസിനും UDF-നും ഉണ്ടായിരുന്ന വോട്ടുണ്ടല്ലോ, ആ വോട്ടിനപ്പുറത്തേക്ക് ചിലരെങ്കിലും KPCC പ്രസിഡന്റിൽ ആകൃഷ്ടരായി മുന്നോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രണ്ട് പക്ഷം കോൺഗ്രസ്സിലുണ്ട്, അവർ തമ്മിലടിക്കുകയാണ് എന്നൊക്കെ നമുക്കറിയാമെങ്കിൽ പോലും അതിൽ നിന്നുണ്ടാകുന്ന ലാഭം കോൺഗ്രസ്സിന് ബോണസാണ്. ശ്രീ VM സുധീരൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, എനിക്ക് നല്ല ബഹുമാനമുണ്ട് അദ്ദേഹത്തോട്. പക്ഷേ KPCC പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തോടുള്ള ഒരു പ്രതിബദ്ധി KPCC പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അതെല്ലാം പഴയ VM സുധീരൻ്റെ സ്റ്റാൻഡേർഡിൽ എത്തുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഇമേജ് കുറയ്ക്കാനിടയായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ, എൻ്റെ അനിലും പറയുകയുണ്ടായി, ഇത് ഒരു രാഷ്ട്രീയ ജാഥയല്ല, ഭാവിയെ കണ്ടിട്ട്. അതാണല്ലോ നികേഷും പറഞ്ഞത്, വളർച്ച രാഷ്ട്രത്തിൻ്റെ താല്പര്യം. ഞാൻ ചോദിട്ടെ, എൻ്റെ സ്നേഹിതൻ VM സുധീരൻ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാന പ്രശ്നമാണ് കരിമണൽ ഖനനം. ആലപ്പുഴയിൽ നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ജനങ്ങളെ സംഘടിപ്പിച്ച് CPM-നോടൊപ്പം എല്ലാവരുമായി യോജിച്ച് സമരം നടത്തി. ആ ഖനനം സംബന്ധിച്ചൊരു കോടതി വിധി വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരക്ഷരം VM സുധീരൻ അതിനെക്കുറിച്ചൊന്ന് പരാമർശിച്ച് കണ്ടില്ല. അദ്ദേഹമായിരുന്നു അതിൽ പരാമർശിക്കേണ്ടത്. നിരന്തരം പ്രസംഗിച്ച് നടക്കുകയാണ്.
1.5 വർഷക്കാലമായി ഹൈക്കോടതിയുടെ ആനന്ദൻ ആ വിഷയത്തിലേക്കൊന്നും വി എം സുധീരൻ വന്നിട്ടില്ല. ഇന്ന് ആ വിഷയം വന്നതിന് ശേഷം വി എം സുധീരൻ മാധ്യമപ്രവർത്തകരെയും കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചത് സാധാരണ CPM സംസ്ഥാന സെക്രട്ടറിമാരുടെയോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റുമാരെയോട് ജാഥകളിൽ നിന്ന് വ്യത്യസ്തമായ ജാഥ വി എം സുധീരൻ നയിക്കുമ്പോൾ അതിൽ കൂടുതൽ ആളുകൾ വന്നു ചേരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വോട്ടുകൾ കോൺഗ്രസിനും UDF-നും ബോണസ് അല്ലേ? ആ അപകടം LDF-ഉം CPM-ഉം തിരിച്ചറിയുന്നില്ലേ? അല്ല, കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നു, ഗംഭീര വിജയമാണ് എന്നൊക്കെ അനിൽകുമാറിന്റെ അഭിപ്രായമാണ്. ഈ നാട്ടിലാർക്കും ആ അഭിപ്രായമില്ല. എൻ്റെ സ്നേഹിതൻ ജയശങ്കർ തന്നെ പറഞ്ഞല്ലോ, KPCC പ്രസിഡന്റും പല പാർട്ടികളും ഇവിടെ ജാഥ നടത്തിയിട്ടുണ്ട്. CPM നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. ആ ജാഥകളുമായി ഇന്ന് ഇത് കമ്പയർ ചെയ്യാൻ എൻ്റെ 4 അയലത്തെത്തുന്നതല്ല ഈ ജാഥ. ഇതൊരു നനഞ്ഞ ജാഥയാണ്, പൊളിഞ്ഞ ജാഥയാണ്, ആളുകളുടെ ഇടയിൽ ആവേശം ഉണ്ടാക്കാൻ കഴിയാത്ത ജാഥയാണെന്നാണ് പൊതുവിൽ മീഡിയാസ് പോലും പറഞ്ഞിട്ടുള്ളത്. മീഡിയാസ് മാത്രമല്ല, പറഞ്ഞത് ഇതാ ഇപ്പോഴാണ് ജാഥ ഫോക്കസിൽ വന്നത് എന്നാണ്. മുരളിയുടെ വിമർശനം കാരണം എന്നല്ല, ഇങ്ങനെയുള്ളവരുടെ വിമർശനം കാരണം ജാഥയ്ക്ക് ഫോക്കസ് വന്നിരിക്കുന്നു. ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്. അത് ഇടവരുത്തിയവർക്ക് നന്ദി പറയുകയാണ്. വി എം സുധീരൻ കോട്ടയം കഴിഞ്ഞ് ഇന്നിപ്പോൾ ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നു. ആലപ്പുഴയിൽ എത്തുമ്പോഴാണോ ഒരു യാത്ര, അതും KPCC പ്രസിഡന്റ് നയിക്കുന്ന യാത്ര മധ്യത്തിലെത്തേണ്ടത്, മാധ്യമ ശ്രദ്ധയിൽ പതിയേണ്ടത്? ആ തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ശ്യാമത്തലവട്ടം ആനന്ദൻ സൂചിപ്പിച്ചതുപോലെ പൊളിഞ്ഞു പോയില്ലേ ഈ ജാഥ? ഒരിക്കലുമല്ല നികേഷ്. ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഇപ്പൊ ഇതിനകത്ത് ഇന്ന് ബഹുമാനായ KPCCയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാഥ കാണാത്ത ആളുകളാ ഇത് മോശമാണെന്ന് പറയുന്നത്. ഈ ജാഥ ഒന്ന് വന്ന് കണ്ടു നോക്കണം, അതിനകത്ത് പങ്കെടുക്കുന്ന ആളുകളെ നിങ്ങൾ വിലയിരുത്തണം. മുൻ KPCC പ്രസിഡന്റ് ശ്രീ കെ മുരളീധരനോടാണ് താങ്കൾ ഇത് പറയേണ്ടത്, എന്നോടല്ല. ഒരു കാര്യം കൂടി പറയാൻ നികേഷ്, ഞാൻ ഇത് 8ാമത്തെ ജാഥയിലാണ് പങ്കെടുക്കുന്നത്. അല്ല, ഞാനൊന്ന് പറയട്ടെ, ഞാൻ നടത്തിയ ഒരു കാൽനട ജാഥ ഉൾപ്പെടെ 8 ജാഥകളിൽ ഞാൻ ഭാഗഭാക്കായിട്ടുണ്ട്, ഞാൻ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്യാമറാമാൻമാരെ വെച്ചൊന്ന് പരിശോധിക്കണം. ഈ ജാഥ നടക്കുന്ന വേദിക്ക് പരിസരത്ത് എത്ര കൊടിവെച്ച വണ്ടികൾ കിടപ്പുണ്ടോ എന്ന്. കോൺഗ്രസിന്റെ ഇന്നലെ വരെയുള്ള ചരിത്രം എന്ന് പറയുന്നത്, ഓരോ പ്രദേശത്തു നിന്നും ആളുകളെ കൊണ്ടുവന്ന് കൊടിവെച്ച വാഹനത്തിനകത്ത് സ്വരൂപിച്ച് കൊണ്ടുവന്ന് പരിപാടി വിജയിപ്പിക്കുന്ന ചരിത്രമാണ് ഇന്നലകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ, ഈ പരിപാടികൾക്ക് കൊടിവെച്ച വാഹനങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും തടിച്ചുകൂടുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ ബാർ മുതലാളിമാരുടെ അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് തട്ടിപ്പുകാരുടെ ഇവരുടെയൊക്കെ പണം സമാഹരിച്ചാണ് സാധാരണഗതിയിൽ KPCC പ്രസിഡന്റുമാർ ജാഥ നടത്താറുള്ളത്. അങ്ങനെ ജാഥ നടത്തുമ്പോൾ തന്നെ അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കൊടിവെച്ച വാഹനങ്ങളിൽ ആളുകളെ കൊണ്ടിറക്കുകയായിരുന്നു പതിവ്. അങ്ങനെയാണ് 8 ജാഥകൾ താൻ പൂർത്തിയാക്കിയത് എന്നാണ് KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ KP അനിൽകുമാർ താങ്കൾ പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജാഥയാണ് വി എം സുധീരൻ നടത്തുന്നതെന്നാണല്ലോ താങ്കൾ പറഞ്ഞു വരുന്നത്. ആ ജാഥയിൽ ആൾ കൂടുന്നില്ല എന്ന് പറയുന്നത് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരനാണ്. താങ്കൾ തന്നെ പറഞ്ഞു, ഈ ജാഥയെക്കുറിച്ച് സംശയമുള്ളവർ ആ ജാഥയിൽ പങ്കെടുത്തു നോക്കണമെന്ന്. മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരനെ പോലുള്ളവർ പോലും ജാഥയുടെ ഒരു പോയിന്റിൽ പോലും പ്രസംഗിക്കാനോ അല്ലെങ്കിൽ അത് കാണാനോ വരാത്ത രീതിയിൽ ഈ ജാഥയെ ഒറ്റപ്പെടുത്താൻ കോൺഗ്രസിലെ പ്രബല വിഭാഗം ശ്രമിക്കുന്നുണ്ടെന്നല്ലേ താങ്കൾ പറയാതെ പറയുന്നത്? ഒരിക്കലുമില്ല. കോൺഗ്രസിനകത്തുള്ള മുഴുവൻ നേതാക്കന്മാരും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. മുരളീധരൻ പറയുന്നത് മുരളീധരൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല, ആ ജാഥ കണ്ടിട്ട് പോലുമില്ല എന്നാണ് ശ്രീ ജയശങ്കർ. ജയശങ്കർ മുഴുവൻ നേതാക്കന്മാരും ജാഥയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ജാഥയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. കോൺഗ്രസിലെ A ഗ്രൂപ്പുകാർ I ഗ്രൂപ്പുകാരൊക്കെ സഹകരിക്കുന്നത്. അവർ സഹകരിക്കുന്ന വെച്ചാൽ വലിയ ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ പന്തില്ലാത്ത സ്ഥലത്ത് കൂടി ഓടുന്ന ചില കളിക്കാരെ കണ്ടിട്ടുണ്ട്. പന്ത് വലത് വിങ്ങിൽ കൂടി ആയിരിക്കും കയറുന്നത്, ഇവർ ഇടത് വിങ്ങിൽ ഭയങ്കര ഓട്ടമായിരിക്കും. അതുപോലത്തെ ഒരു പരിശ്രമവും പരാക്രമവും ഇവർ നടത്തുന്നുണ്ട്. അത് ഞാനവരെ കുറ്റം പറയല്ല. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കുകയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സംസാരിക്കുകയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ജാഥ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് അനിൽകുമാർ പറഞ്ഞ പോലെ സാധാരണ ജാഥ നടത്തുന്നത്. ഒരു ജനുവരി മാസത്തിലായിരിക്കും. 2015 ജനുവരിയിലാണ് ജാഥ നടത്തുന്നതെങ്കിൽ പ്രത്യേകിച്ച് വാണികളൊക്കെ ആവേശഭരിതരായിരിക്കും, തെരഞ്ഞെടുപ്പിന് സന്നദ്ധരായിരിക്കും. ഇപ്പോൾ അങ്ങനത്തെ ഒരു സമയമില്ല. ഇപ്പോൾ സമാധാന കാലത്തുള്ള ഒരു ജാഥയാണ്. മാത്രമല്ല അദ്ദേഹം ഉയർത്തുന്ന ആശയങ്ങളും
മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായങ്ങളൊക്കെ വേറൊരു രീതിയിൽപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആളുകളെ ഉത്തേജിപ്പിക്കാനുള്ളൊരു ജാഥയല്ല. പക്ഷേ ഈ ജാഥയ്ക്ക് നല്ല ജനപങ്കാളിത്തമുണ്ട്. ആ പങ്കാളിത്തം എന്ന് വെച്ചാൽ അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, പൊതുസമൂഹം സുധീരൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയാണ് ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ താങ്കൾ പറയുകയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പല്ല VM സുധീരൻ ജാഥ നടത്തുന്നത്, വേറൊരു വിഷയവുമായിട്ടാണ് VM സുധീരൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. VM സുധീരൻ ഒരു മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഫ്ലക്സ് പോലുള്ള പരിസ്ഥിതി സംബന്ധമായ വിഷയവുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും അത് വലിയ തോതിൽ ഗവൺമെൻറ്റിന് ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്തു. അതിൻ്റെ ഒരു വിജയാഘോഷമായിട്ടാണ് ശ്രീ VM സുധീരൻ ഈ ജാഥ സംഘടിപ്പിച്ചത്. അവിടെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം VM സുധീരനെ മറികടക്കാനുള്ള നടപടികളും എടുത്തിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയം VM സുധീരൻ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ മറികടക്കുന്നതിനുള്ള ഭരണ നടപടികളുമായി ഉമ്മൻചാണ്ടി എത്തിയതുപോലെ തന്നെ ഇപ്പോൾ ഈ ജാഥയെ മറികടക്കുന്നതിനുള്ള രാഷ്ട്രീയമായ നീക്കം ഉമ്മൻചാണ്ടി നടത്തുമെന്ന് ഉറപ്പല്ലേ? അതുകൊണ്ടല്ലേ ഈ ജാഥ പൊളിഞ്ഞുവെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടി ചേർത്ത് പറയുന്നത്? ഉറപ്പല്ലേ? ഞാനതിൽ ഇത്ര നേരം പറയാൻ ശ്രമിച്ചത്. ഇതിൻ്റെ സംഗതി ഇത്രയേ ഉള്ളൂ. ഈ VM സുധീരൻ മുന്നോട്ട് വെച്ച ഒരു ജനപക്ഷ രാഷ്ട്രീയം. അദ്ദേഹം കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് KPC പ്രസിഡൻ്റായത്. കഴിഞ്ഞ മാർച്ചിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മദ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, VM സുധീരനെ ഏറ്റുപിടിച്ച ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. എൻഡോസൾഫാൻ മുതൽക്ക് എൻഡോസൾഫാൻ, കരിമണൽ, പിന്നെ ആറന്മുള വിമാനത്താവളം, മദ്യം, ഇതൊക്കെ അദ്ദേഹം എത്രയോ കൊല്ലങ്ങളായിട്ട് അദ്ദേഹം ഒരു സ്ഥാനവും വഹിക്കാത്ത കാലത്തും ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഇങ്ങനെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അദ്ദേഹം KPCC പ്രസിഡന്റ് എന്നുള്ള അധികാരം കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ ജനപക്ഷ രാഷ്ട്രീയം, അദ്ദേഹം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ, അത് നമുക്കൊക്കെ പലപ്പോഴും എതിർപ്പുണ്ടാവും, അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നുന്ന ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ KPCC പ്രസിഡൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ടാണ് അദ്ദേഹം ആ അഭിപ്രായങ്ങൾ പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ പല നയങ്ങളുമായിട്ടും സംഘർഷമുണ്ടാകുന്നു. സർക്കാരിൻ്റെ നയം മാറ്റേണ്ടി വരുന്നു. അതിൽ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ജയിപ്പിക്കാനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ, വിജയാഹ്ലാദം എന്ന് ഞാൻ പറയില്ല, ഒരു തുടർച്ച എന്ന നിലയ്ക്ക് ഇത് കുറേ കൂടി ജനങ്ങളിൽ എത്തട്ടെ എന്ന രീതിയിൽ ഒരു യാത്ര ആരംഭിക്കുന്നു. ആ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ, യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെയാണ് ബിജു രമേശ് വരുന്നത്. അതിനുശേഷമാണ് തിരുവല്ലോഹ മലയിൽ ഒരാളുടെ നിന്ന് ഒരു 5000 രൂപ ഒരു ബാറുകാരൻ്റെ അടുത്ത് നിന്ന് സംഭാവന വാങ്ങിച്ചു, എന്നിട്ട് ആ റെസിപ്റ്റ് അവർ തന്നെ കൊണ്ടു കൊടുത്തിട്ട് അത് വാർത്തയാക്കുന്നു. ഇതൊക്കെ കൊടുപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്, അല്ലാണ്ട് CPM-കാരോ അല്ല CPI-കാരൊന്നും അല്ല. കോൺഗ്രസ്സുകാർ തന്നെ അത് ചാനലുകാരോട് പറഞ്ഞ് വാർത്തയാക്കുന്നു. ഇത് ആ ബാറുകാരൻ്റെ അടുത്ത് നിന്ന് കാശ് മേടിച്ച് സുധീരൻ യാത്ര നടത്തുന്നു. അത് ഏശുന്നില്ല. കാരണം സുധീരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഏൽക്കുകയില്ല. അദ്ദേഹം വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ധാർമ്മികതയും അതുപോലെ ഒരു സംശുദ്ധിയും പുലർത്തുന്ന ആളാണ്. അതുകൊണ്ട് ഈ ചെറിയ സില്ലിയായിട്ടുള്ള ആരോപണങ്ങളൊന്നും ഏൽക്കുകയില്ല. ഇപ്പോൾ ഒരു ആപ്പിൾ ട്രീ തട്ടിപ്പുകാരനെ അറിയാത്തവർ ആരുമില്ല കോട്ടയത്ത്. അത് പ്രസിദ്ധമായ കേസാണ്. ദേശാഭിമാനി പത്രത്തിലേക്ക് എത്രയോ ദിവസം, ഞാൻ വാരാന്ത്യത്തിലേക്ക് എത്രയോ തവണ പറഞ്ഞാണ് ആപ്പിൾ ട്രീയെ കുറിച്ച്. അപ്പോൾ അത് അറിയാത്തവരൊന്നും ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ തന്നെ ഈ ജെയിംസിനെ കണ്ട തിരിച്ചറിയും. പക്ഷേ അദ്ദേഹത്തെ പോലെ കളങ്കിതനായ ഒരു വ്യക്തി സ്റ്റേജിൽ കയറിയിരിക്കുന്നു, എന്നിട്ട് അതിൻ്റെ പടമെടുത്ത് TV-കാർക്ക് കൊടുക്കുന്നു. ഇത് തട്ടിപ്പുകാരനാണ്, അതേ തട്ടിപ്പുകാരനോട് സുധീരനിരുന്ന് എന്ന്. ഇതൊന്നും CPM-കാർ ചെയ്യുന്നില്ല. ശ്രീ KPL കുമാർ, സാധാരണഗതിയിൽ KPCC പ്രസിഡന്റുമാർ ജാഥ നടത്തുമ്പോൾ പോലും ആരൊക്കെ വേദിയിലിരിക്കണം, ആരെയൊക്കെ പുറത്തു നിർത്തണം എന്നെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. VM സുധീരൻ നടത്തുമ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള ഇൻഡാസുകൾ എല്ലാ കമ്മിറ്റികളിലേക്കും പോയിട്ടുണ്ടാകും. എങ്ങനെ കള്ള് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് ഭാരവാഹികൾ പണപ്പിരിവ് നടത്തി? ഇതൊന്നും പ്രവർത്തകൻ പോയി പണപ്പിരിവ് നടത്തുന്നതല്ല. ഭാരവാഹികൾ VM സുധീരൻ്റെ കൂപ്പൺ ഉപയോഗിച്ച് പണം പിരിവ് നടത്തുന്നതാണ്. എങ്ങനെ നടത്തി? അതുപോലെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടവർ എങ്ങനെ മുൻവരിയിലിരിക്കാനിടയായി എന്നത് സംബന്ധിച്ചൊക്കെ അറിയാം. ജനറൽ സെക്രട്ടറി അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊക്കെ ഗൂഢാലോചനയുടെ, നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ച പോലെ CPM-ൽ നിന്നോ LDF-ൽ നിന്നോ വരുന്ന ഗൂഢാലോചനയല്ല, സ്വന്തം പാർട്ടിയിൽ നിന്ന് വരുന്ന ഗൂഢാലോചനയിലുള്ള ഒന്നാന്തരം അസൽ തെളിവുകളല്ലേ? സ്വന്തം പാർട്ടിയിൽ നിന്ന് അത്തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ട് എന്ന് നികേഷ് പറഞ്ഞാൽ അത് ശരിയല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ജാഥ ഉയർത്തുന്ന മുദ്രാവാക്യം അത് അലോരസപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ പാർട്ടിക്ക് പുറത്തുണ്ട്. ആ പാർട്ടിക്ക് പുറത്ത് അലോസരപ്പെടുന്ന ആളുകൾ അവരുടെ ചട്ടുകങ്ങളാക്കി പാർട്ടിക്കകത്തുള്ള ആരെങ്കിലും മാറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചു വരികയാണ്. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. മറ്റു പാർട്ടികളിലേക്ക് കുറ്റം ആരോപിക്കാതെ സ്വന്തം കൂട് വൃത്തിയാക്കുക. ശ്രീ KPL കുമാർ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇവിടെ ശ്രീ KPL കുമാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇപ്പോൾ കള്ളു മുതലാളിമാരുടെ കയ്യിൽ നിന്നോ പണപ്പിരിവ് നടത്തിയെന്ന ആക്ഷേപമായിക്കൊള്ളട്ടെ, കേസിൽ ഉൾപ്പെട്ടയാൾ വേദി പങ്കിട്ടു എന്ന ആക്ഷേപമായിക്കൊള്ളട്ടെ, ഇതൊക്കെ ഒരു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ VM സുധീരൻ്റെ റാലിയിലാകുമ്പോഴാണ് വിഷയം മാധ്യമങ്ങളിൽ പോലും വരുന്നത്.
അതല്ലാതെ നിങ്ങളുടെ റാലിയിൽ ആരുണ്ടെന്ന് മാധ്യമപ്രവർത്തകർ അന്വേഷിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ പാർട്ടിയിൽ ക്രിമിനലുകൾ വളർന്നു എന്നോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആളുകൾ കൂടിയെന്നോ ഒക്കെ നമുക്ക് അടിയിൽ ചേർത്ത് വെച്ച് നിശബ്ദമായി വായിക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് പി കൃഷ്ണപിള്ളയുടെ സ്മാരകം നമ്മളെ ഇന്നത്തെ ഹെഡ്ലൈനാണ്, ഇന്നത്തെ കൂടി ഹെഡ്ലൈനാണ്. ആ സ്മാരകം തകർത്തപ്പോൾ നിങ്ങളൊരു പാർട്ടി ആക്ഷേപം ഉയർന്നിരുന്നു, സ്വന്തം പാർട്ടിക്കാർ തന്നെയാണെന്ന്. നിങ്ങളൊരു പാർട്ടി അന്വേഷണവും നടത്തിയില്ല. ഇത് VM സുധീരൻ കള്ളു മുതലാളിമാരുടെയോ അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെട്ട ആൾ വേദി പങ്കിടുന്നതിനെക്കുറിച്ചോ ഒക്കെ ആക്ഷേപം ഉയർന്നപ്പോൾ പാർട്ടി തലത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. ഞാനത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സ്ട്രാ വോട്ട്, ബോണസ് വോട്ട് എന്നതുപോലെ തന്നെ VM സുധീരൻ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് കലക്കത്തിനുള്ളിൽ പ്രത്യേകമായ ഒരു സെഗ്മെൻറ്റ് സൃഷ്ടിച്ചെടുക്കുകയാണ്. പണ്ട് VS അച്യുതാനന്ദൻ സൃഷ്ടിച്ചതുപോലെ രണ്ടാമത്തെ VS അച്യുതാനന്ദനാണ് ഈ പതിറ്റാണ്ടിലോ അല്ലെങ്കിൽ 2 പതിറ്റാണ്ടിനിടയിലോ വരാൻ പോകുന്നത്. അപകടമാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. ഈ കോൺഗ്രസിനൊരു പ്രതിച്ഛായ ഉണ്ടാക്കാനാണ് അദ്ദേഹം നടന്നതെങ്കിൽ കോൺഗ്രസ് ഒരു ചീമുട്ടയായി അതിനകത്തിന് നല്ല വശം തിരക്കി നടന്നിട്ട് കഥയില്ല. കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ ചിത്രം നമുക്കെല്ലാം അറിയാമല്ലോ. അതിനെ സുധീരൻ നന്നാക്കാമെന്ന് വിചാരിച്ചാൽ നന്നാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ മറ്റൊന്ന് പറയട്ടെ, സുധീരൻ നടത്തുന്ന ജാഥയുടെ ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു മദ്യനയം. ജനപക്ഷത്തിൻ്റെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരണമായി മദ്യവർജനം, മദ്യനിരോധനം കൊണ്ടുവരുന്നു എന്നാണല്ലോ പറയുക. എന്താണ് അതിൻ്റെ സുധീരൻ്റെ ജാഥ അവസാനിക്കുമ്പോഴുള്ള സ്ഥിതി, തുടങ്ങുമ്പോഴുള്ള അവസ്ഥ എന്ത്, ഇപ്പോൾ അവസാനിപ്പിക്കുമ്പോഴുള്ള അവസ്ഥ എന്ത്? ആ മദ്യനയത്തിൽ ഇന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബാങ്കേഴ്സ് മീറ്റിങ്ങിൽ കൊടുത്ത ബോട്ടുടമകളുടെ റെപ്രസെൻറ്റേഷന് അവരെ സഹായിക്കാനായി കൊടുത്തൊരു കത്തിൽ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ മദ്യനിരോധനം ഒരു അപകടമായിട്ടുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു പോയതാണ്. മദ്യ വ്യവസായികളുടെ കയ്യിൽ നിന്ന് കാശ് പിരിച്ച 5000 രൂപ മാത്രമല്ല, കള്ളുഷാപ്പ് കോൺട്രാക്ടർമാരിൽ നിന്ന് പിരിച്ച കാശ്, കള്ളമായി റെസിപ്റ്റ് അടിച്ച് 1000 രൂപയുടെ കൂപ്പൺ അടിച്ച് കൊണ്ട് നടന്ന് പിരിക്കുന്ന കാശ്, ഓരോ ദിവസവും സുധീരൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ, വ്യക്തികൾ ഇതേപോലെ സമൂഹത്തിൽ തന്നെ അപമാനിതരായിട്ടുള്ള തട്ടിപ്പുകാരായിട്ടുള്ള ആളുകളെല്ലാം വന്നിരിക്കൽ, ഇതെല്ലാം കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വരുന്നതല്ലേ? ഈ ജാഥയുടെ ഭംഗി ശോഭ കെടുത്തിയത് കോൺഗ്രസ്സുകാരല്ലാതെ വേറെ ആരെങ്കിലുമാണോ? ഈ സുധീരൻ്റെ ജാഥ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ എത്രയോ ജാഥ നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ് എത്രയോ ജാഥ നടത്തിയിട്ടുണ്ട്. ആ ജാഥയുടെയൊക്കെ പകിട്ട് ഈ ജാഥയ്ക്കുണ്ടെന്ന് നമുക്ക് പറഞ്ഞു നടക്കാം. പക്ഷേ മാധ്യമങ്ങൾ പോലും അതെടുക്കുന്നില്ല. അതാണ് ഈ ജാഥയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ പറയുകയുണ്ടായി, പി കൃഷ്ണപിള്ളയുടെ സ്മാരകം അടിച്ചു ചേർത്ത കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ പി കൃഷ്ണപിള്ളയുടെ സ്മാരകം അടിച്ചു ചേർക്കില്ല. അതാരാണ് അടിച്ചു തകർത്തതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ, നിങ്ങളുടെ പാർട്ടി അംഗങ്ങളാണ് അത് അടിച്ചു തകർത്തത് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പരാതി നേരത്തെ കോൺഗ്രസ് UDF നേതാക്കൾ ഉന്നയിച്ചതാണ്. പോലീസ് തന്നെ ആദ്യഘട്ടത്തിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് പോലും നിങ്ങൾ പാർട്ടിക്കുള്ളിൽ ഒരു അന്വേഷണം നടത്തുന്നില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് അത് കണ്ടെത്തി കേസ് ചാർജ് ചെയ്തപ്പോൾ നിങ്ങളതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പ് ആ പാർട്ടി അംഗങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഇതൊക്കെ കേട്ടുകേൾവിയുള്ളതാണോ? ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് ആശയഗതി വിശ്വസിച്ചിട്ടുള്ള, കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ചിട്ടുള്ള ഒരാൾ ഇത് ചെയ്യില്ല. അതൊക്കെ നമുക്ക് പൊതുവായി പറയാം ശ്രീ ആനത്തലവട്ട, അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ ഇപ്പൊ നമ്മളൊരു അന്തിമമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഒന്നും ഈ കാലഘട്ടത്തിൽ കാണുന്നില്ല. തുടരുക ദയവായി. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ ഞാൻ വീണ്ടും കെ മുരളീധരൻ, താങ്കൾ റിസർവ് ചെയ്തിട്ടുണ്ട് കെ മുരളീധരനെതിരായ കമന്റ്, കെ മുരളീധരനെ കുറിച്ചുള്ള കമന്റ്. 9 തവണ ഇലക്ഷനിൽ മത്സരിച്ചു, 4 തവണ നിയമസഭയിൽ, 5 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ആ VM സുധീരൻ പറയുകയാണ്, എനിക്ക് മദ്യ ലോബിയുടെ അല്ലെങ്കിൽ മദ്യപാനികളുടെ എന്ന് വേണമെങ്കിൽ അതിനെ ചുരുക്കി പറയാം, വോട്ട് വേണ്ട എന്ന്. ഇങ്ങനെ നിരന്തരമായി പാർട്ടി നിലപാട് പറയേണ്ട ആൾ സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിച്ച് കെ മുരളീധരൻ അടക്കമുള്ളവരുടെ തോൽവിക്ക് ഇടയാക്കിയേക്കാവുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിക്കുമ്പോഴാണ് ശ്രീ കെ മുരളീധരൻ ചില തിരുത്തലുകൾ പറയുന്നത്. ഞാൻ ഈ കെ മുരളീധരനെ പറ്റി എനിക്ക് വളരെ സ്നേഹവും താല്പര്യമുള്ള ആളാണ്. 4 കൊല്ലം മുമ്പ് നികേഷ് ഇന്ത്യ വിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടാവുമല്ലോ, ഇന്ത്യ വിഷനോടാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്, ഞാൻ NCP പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു, കോൺഗ്രസിലേക്ക് മടങ്ങുകയാണ്. ആ ദിവസത്തിൽ ഇതുപോലെ ന്യൂസ് നൈറ്റ് ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു. അന്ന് കെ മുരളീധരനെ കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അദ്ദേഹത്തിനെതിരായിരുന്നു. അഴകേശൻ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനാണ് KPCC എക്സിക്യൂട്ടീവിൽ ഇയാൾ ഒരു കാരണവശാലും തിരിച്ചെടുക്കരുതെന്ന് പറഞ്ഞ ചർച്ച ആരംഭിച്ചത്. കാരണം ആരും പോയതിന് ശേഷം അതിനെ തുടർന്ന് സംസാരിച്ച എല്ലാവരും MA ഷാനവാസ്, MM ഹസൻ, ആര്യാടൻ മുഹമ്മദ്, എല്ലാവരും ഇന്നാളെന്നില്ല, ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും ഏക അഭിപ്രായമുള്ള ഒരു കാര്യം ഇത് മാത്രമായിരുന്നു, കെ മുരളീധരൻ എന്ന് പറഞ്ഞ മ്ലേച്ഛനെ ഒരു കാരണവശാലും പാർട്ടിയിൽ തിരിച്ചെടുക്കുക.
ഞാൻ പറഞ്ഞത് എല്ലാ കോൺഗ്രസ്സുകാരും അച്ചടക്കം ലംഘിക്കുന്നവരാണ്, മുരളീധരന് മാത്രമായിട്ട് പതിത്വം കൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് ഞാൻ എടുത്തത്. പിറ്റേ ദിവസം മുരളീധരൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ ഈ രാജ്യത്ത് എനിക്ക് വേണ്ടി ആകെ ഒരു അഭിപ്രായം പറഞ്ഞത് താങ്കൾ മാത്രമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുരളിയോടുള്ള സ്നേഹം കൊണ്ടല്ല, ഞാനൊരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാനും മുരളീധരൻ തമ്മിൽ ആകെ ഒരു തവണ സംസാരിച്ചുള്ളൂ, നേരിട്ട് കണ്ടില്ല. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് മുരളീധരനെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടായിരുന്നു, അത് വി.എം. സുധീരന്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിൽക്കാം. വി.എം. സുധീരൻ മാത്രമാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല, മുരളീധരനെ തിരിച്ചെടുത്തതിന് ശേഷം, കാരണം ആരും മരിച്ചതിന് ശേഷമാണ് തിരിച്ചെടുത്തത്. 4 കൊല്ലം മുമ്പ് മുരളീധരൻ നമുക്ക് ഓർമ്മയുണ്ട് 3 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് തരണേ എന്ന് പറഞ്ഞ് ഈ ചില പിച്ചക്കാരൊക്കെ നടക്കണ പോലെ അമ്മ വല നിറയെന്ന് പറയില്ലേ, അങ്ങനെ വിലപിച്ചുകൊണ്ട് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ മുരളീധരനെ തിരിച്ചെടുത്തതിന് ശേഷം മുരളീധരൻ ഒരു കാര്യം ചെയ്തു, വി.എം. സുധീരനെ വീട്ടിൽ പോയി കണ്ട് നന്ദി പറഞ്ഞു. അതിപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അഭിമുഖത്തിൽ മുരളീധരൻ പറയുന്നുണ്ട്, എന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ വാദിച്ചയാളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നതിന് വേണ്ടി ലോബി ചെയ്ത ആളുമാണ് വി.എം. സുധീരൻ. നന്ദി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഈ ഇത്രയധികം തെരഞ്ഞെടുപ്പ് മത്സരിച്ച് എല്ലാ മദ്യലോബിയുടെയും പണവും വോട്ടും വാങ്ങി ഇനിയിപ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇല്ലാന്ന് തീരുമാനിച്ചയാൾ ഇത്തരത്തിൽ KPC പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന അഭിപ്രായം പറയുന്നു. പിന്നെ മാത്രമല്ല, ഇവിടെ മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. CPM CPI ആശയത്തർക്കം, അതുപോലെ തന്നെ LDFിലെ മുന്നണിക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ, നെഹ്റു സ്മരിക്കാതെ നരേന്ദ്രമോദി കളിക്കുന്ന കളികൾ, ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ അപമാനിക്കുന്നത്, ഈ കാര്യങ്ങളൊന്നും തന്നെ ജനപക്ഷ യാത്രയിൽ പറയുന്നില്ല. അല്ല, ഈ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കാവുന്ന തലത്തിൽ ഉന്നയിക്കാവുന്ന സ്ഥലത്ത് ഉന്നയിക്കുന്നുണ്ട്, പലപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല. കാരണം മാധ്യമങ്ങൾ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. അദ്ദേഹം പല സന്ദർഭങ്ങളിലും ഇപ്പോൾ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതുപോലെ മറ്റ് പല വിഷയങ്ങളിലും അദ്ദേഹം വ്യക്തമായിട്ടും ഖണ്ഡിതമായിട്ടും അഭിപ്രായങ്ങൾ പറയുന്നത്. തുടരുക. ശ്രീ KP അനിൽകുമാർ, താങ്കൾ പറയുന്നത് താങ്കൾ നിരവധി ജാഥകളിൽ, എനിക്കറിയാം താങ്കൾ നടന്ന് കേരളം പൂർത്തിയാക്കിയതൊക്കെ തന്നെയും കൺമുന്നിൽ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഈ പറയുന്ന വിഷയങ്ങൾ ഉന്നയിക്കാതെ, മുരളി പറയുന്ന ഈ വിഷയങ്ങൾ ഉന്നയിക്കാതെ കേരളത്തിൽ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല. ജനാധിപത്യത്തിൻ്റെ അടിത്തൂണുകൾ പ്രധാനപ്പെട്ടതാണ് കക്ഷി രാഷ്ട്രീയം. അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ, അതും കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ വലിയ തോതിൽ ധ്രുവീകരിക്കപ്പെട്ട് നിൽക്കുമ്പോൾ വെറും പച്ചക്കറി രാഷ്ട്രീയം പറയുമ്പോൾ അത് പോരാ എന്ന് മുരളീധരനെ പോലുള്ളവർ പറയുന്നത് സ്വാഭാവികം തന്നെയല്ലേ? നികേഷ്, ഞങ്ങൾ ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ബഹുമാനായ ശ്രീ MT വാസുദേവൻ നായരെ വീട്ടിൽ സന്ദർശിച്ചിരുന്നു. അപ്പോൾ MT വാസുദേവൻ നായർ പറഞ്ഞ ഒരു വാക്കുകൾ, അദ്ദേഹം പറഞ്ഞത്, രാഷ്ട്രീയം ആർക്കും പറയാം, പക്ഷേ ഈ ജാഥ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ അത് താങ്കളെ പോലുള്ള ആളുകൾക്ക് മാത്രമേ പറയാൻ സാധിക്കുന്ന ശ്രീ MT വാസുദേവൻ നായർ പറഞ്ഞത്. അപ്പോൾ MT വാസുദേവൻ നായരെ പോലുള്ള ഈ സമൂഹം അംഗീകരിക്കുന്ന, സമൂഹം ബഹുമാനിക്കുന്ന, ഈ സംസ്ഥാനം ആദരിക്കുന്ന, ഇന്ത്യ ആദരിക്കുന്ന ഒരു സാഹിത്യകാരൻ, അദ്ദേഹത്തിന്റെ മനസ്സിനകത്തേക്ക് വരെ ഈ ജാഥ ഉയർത്തിയ സന്ദേശം എത്തി എന്ന് പറഞ്ഞാൽ ഈ ജാഥയുടെ ഏറ്റവും വലിയ വിജയമല്ലേ? പിന്നെ സുധീരൻ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നിന്റെ രാഷ്ട്രീയമല്ല, നാളെയുടെ രാഷ്ട്രീയമാ. ഞാൻ പറഞ്ഞതല്ല, ഉയർന്ന നിലവാരത്തിലുള്ള സാഹിത്യകാരന്മാര് അടക്കമുള്ള ആളുകൾ പറയുന്നതാ. അപ്പൊ നാളെയുടെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകൾ, കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാൻ സാധിക്കാത്ത ആളുകൾ, ആക്രോശങ്ങളും അട്ടഹാസങ്ങളുമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ധരിക്കുന്ന ആളുകൾ, ആ ആക്രോശങ്ങളും അട്ടഹാസങ്ങളും കാണാതാകുമ്പോൾ, പരസ്പരം വെല്ലുവിളിക്കുന്നത് കേൾക്കാതെയാകുമ്പോൾ, സൗമനസ്യത്തോടുള്ള ഭാഷ കേൾക്കുമ്പോൾ അതിനെ മോശമെന്ന് ചിത്രീകരിച്ചാൽ അതേക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഈ ആക്രോശങ്ങളും അട്ടഹാസവും അല്ല ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് ഇന്ന് മുന്നോട്ട് വെക്കേണ്ട രാഷ്ട്രീയം നേരത്തെ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നിൽ അല്ല എങ്കിൽ പോലും ശ്രീ KP അനിൽകുമാർ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനത്തിനുള്ള സമയമാകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഒരു യാത്രക്ക് പോലും സമയമില്ലാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ രാഷ്ട്രീയം പറയണം എന്ന ആവശ്യം മുൻ KPCC പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ ഉന്നയിക്കുന്നത്. താങ്കൾക്ക് തോന്നുന്നില്ലേ ഇന്ന് കോൺഗ്രസ് ഒരു യാത്ര നടത്തുമ്പോൾ അതിൽ സുപ്രധാനമായി ഉയർന്നു വരേണ്ട കാര്യങ്ങൾ തന്നെയാണ് ശ്രീ K മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന്? നെഹ്റുവിനെ
ഉയർത്തി കാണിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ പിന്നോട്ട് വലിച്ച് സർദാർ വല്ലഭായ് പട്ടേലിനെ മുന്നോട്ട് കൊണ്ടുവരിക. CPIയും CPMും പൊതുനിരത്തിൽ തമ്മിലടിക്കുകയാണ്. ആ രാഷ്ട്രീയം കോൺഗ്രസ് ഉന്നയിക്കണം എന്ന് കെ മുരളീധരനെ പോലുള്ളവർ പറയുന്നത് ഇന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നേട്ടങ്ങൾ ശരിയാവണ്ണം ജനങ്ങളിൽ അവതരിപ്പിച്ച് വീണ്ടും മടങ്ങി വരാനുള്ളൊരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ സാധ്യത ഉപയോഗപ്പെടുത്തുമെന്നാണ് ശ്രീ കെ മുരളീധരൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ VM സുധീരൻ്റെ ഇമേജ്, ആ ഇമേജിൽ കൂടുതൽ തൂവലുകൾ നിരത്തി വെക്കാനല്ല KPCC പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് VM സുധീരൻ ശ്രമിക്കേണ്ടത് എന്ന നല്ല ആക്ഷേപമല്ലേ ഇത്? നല്ല വിമർശനമല്ലേ ഇത് ശ്രീ KP അനിൽകുമാർ? നികേഷെ, ഇന്ന് തുറയൂരിൽ KPCCയുടെ പ്രസിഡന്റ് സംസാരിച്ചത് കരിമണൽ വിഷയത്തെക്കുറിച്ചാണ്. കോടതിയിൽ നിന്ന് വിധി വന്ന ദിവസം തന്നെ കരിമണൽ ഇഷ്യൂവിൽ അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആലപ്പുഴ ജില്ലയിലേക്ക് VM സുധീരൻ കടന്നു വന്നത്. ഇന്നലെ അദ്ദേഹം തൊടുപുഴയിൽ കോട്ടയം ജില്ലയിൽ കടന്നു വരുന്നതിന് മുമ്പ് തൊടുപുഴയിൽ വെച്ച് പത്രക്കാരോട് പറഞ്ഞത്, അല്ലെങ്കിൽ തൊടുപുഴയിൽ അദ്ദേഹം പ്രസംഗിച്ചത് കൃഷ്ണപിള്ളയുടെ പ്രതിമ തകർത്തതിനെ കുറിച്ചാണ്. പാലക്കാട് അദ്ദേഹം സംസാരിച്ചത് നെൽകർഷകർക്ക് നെല്ലിന്റെ വിലക്കുറവിനെ കുറിച്ചാണ്. കോട്ടയത്ത് അദ്ദേഹം സംസാരിച്ചത് റബ്ബറിന്റെ വിലയിടിവിനെ കുറിച്ചാണ്. അപ്പൊ ആനുകാലികമായ രാഷ്ട്രീയ കാര്യങ്ങളോടൊപ്പം ജനങ്ങൾക്ക് കൂടി സംബന്ധിക്കുന്ന പൊതുകാര്യ പ്രസക്തമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ജാഥ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം, മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പ്രാദേശിക പേജുകൾ എടുത്ത് പരിശോധിച്ചാൽ ആ പ്രാദേശിക പേജുകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയവും അദ്ദേഹം പറഞ്ഞിട്ടുള്ള സാമൂഹ്യ തിന്മകളെ കുറിച്ചുള്ള വാർത്തകളും എല്ലാം വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് സംസ്ഥാന തലത്തിലേക്ക് വന്നില്ല എന്ന് ചോദിച്ചാൽ, നെഗറ്റീവ് വാർത്തകൾക്ക് ഒരു പ്രാധാന്യമുള്ള കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ അതുകൊണ്ടാണല്ലോ ഇന്ന് ശ്രീ VM സുധീരൻ പറഞ്ഞത് ഇപ്പോഴാണ് ജാഥ ഫോക്കസിൽ വന്നത്. മുരളീധരൻ ജാഥക്കെതിരെ ഇറങ്ങുമ്പോൾ മാധ്യമങ്ങൾ ജാഥ കവർ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഈ ഘട്ടത്തിലാണെങ്കിൽ പോലും ജാഥ ഫോക്കസിൽ വന്നതിന് ഞാൻ ഇതിന് കാരണക്കാരായവരോട് നന്ദി പറയുന്നു എന്നാണ് ശ്രീ ആനത്തലോട്ട് ആനന്ദൻ. ഫണ്ടിന് ഫണ്ട് വേണ്ടേ, വോട്ടിന് വോട്ട് വേണ്ടേ എന്ന പരമ്പരാഗത ചോദ്യമാണ് ശ്രീ കെ മുരളീധരൻ ഉന്നയിക്കുന്നത്. ഇലക്ഷൻ ഫണ്ടിലേക്ക് പണം വരണമെങ്കിൽ മദ്യലോബിയുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്തരം മുതലാളിമാരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം. ഞാൻ അടക്കം വാങ്ങിയിട്ടുണ്ടെന്നാണ് ശ്രീ കെ മുരളീധരൻ പറയുന്നത്. ആ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇനി കേരളം ചുറ്റിത്തിരിയേണ്ടത് എന്ന സന്ദേശം ശ്രീ VM സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശ്രീ കെ മുരളീധരൻ പറയുന്നത് കൂട്ടിച്ചേർക്കാമെങ്കിൽ വെണ്ടക്കയും വഴുതനങ്ങയും ഉച്ചയൂണിനും വൈകുന്നേരത്തെ ചോറിനുമൊക്കെ സാധ്യമാവും, പക്ഷേ പണത്തിന് പണവും വോട്ടിന് വോട്ടും വേണമെന്നാണ്. VM സുധീരൻ അതിനും മറുപടിയുണ്ട്. ഇതൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് ജനങ്ങളിൽ നിന്ന് അവരുടെ തുച്ഛമായ തുക സംഭാവനയായി സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമെന്നാണ് ഞാൻ തെളിയിക്കുന്നത്. പണ്ട് ബാർ വിഷയത്തിൽ കോൺഗ്രസിനെയും UDFനെയും വരുതിയിൽ കൊണ്ടുവന്നു ശ്രീ VM സുധീരൻ. പിന്നീട് ഫ്ലക്സ് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ നിങ്ങളടക്കമുള്ള പാർട്ടികൾ VM സുധീരൻ്റെ നിലപാടിലേക്ക് പോവുകയും നാട് മുഴുവൻ നന്നാക്കാൻ ഇറങ്ങുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഫണ്ടിൻ്റെ കാര്യത്തിൽ കൂടി VM സുധീരനെ അങ്ങ് അനുകരിച്ചുകൂടെ? ഇവിടെ എൻ്റെ സ്നേഹിതൻ അനിൽകുമാർ പറഞ്ഞു നാളെയുടെ രാഷ്ട്രീയമാണ് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ പറഞ്ഞതിലേക്ക് വരാം. നാളെയുടെ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ് പറയുക? ഈ രാജ്യത്തെ നവലിബറൽ നയങ്ങൾ നടപ്പാക്കിയതിൻ്റെ തിക്ത ഫലമാണല്ലോ ഇപ്പോൾ 44 സീറ്റ് വാങ്ങി ഒരു മൂലയിലിരിക്കാൻ കോൺഗ്രസ് നിർബന്ധിതമായത്. ആ നയങ്ങൾ തിരുത്താൻ തയ്യാറുണ്ടോ? സുധീരൻ്റെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ 5 മാസമായി. ഈ 5 മാസത്തിന് മുമ്പുണ്ടായിരുന്ന മരുന്നിൻ്റെ വിലയും ഇപ്പോഴുള്ള മരുന്നിൻ്റെ വിലയും എത്രയാണെന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ടത് സംഭവിച്ചു? ആ സംഭവിച്ചതിന് ഉത്തരവാദി മോഡിയുടെ നയമാണ് എന്ന് സുധീരൻ പറയുന്നുണ്ടോ? ബ്രിട്ടീഷുകാരൻ്റെ കാലം മുതൽ രാജ്യത്തെ തൊഴിലാളിക്ക് സംഘടിക്കാനും സംഘടന ഉണ്ടാക്കാനും വിലപേശാനും അവസരം നൽകിയ തൊഴിൽ നിയമം ഉണ്ടായിരുന്നു. ആ നിയമം മുഴുവൻ ഇന്നലെ രാജ്യസഭയിൽ അത് ഭേദഗതി ചെയ്തു. ഫാക്ടറീസ് ആക്ടും ബോണസ് ആക്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും എല്ലാം ഭേദഗതി ചെയ്തു. കോൺഗ്രസ് കൂടെ പിന്തുണച്ചു കൊടുത്തില്ലേ? അതല്ലേ ആ കോൺഗ്രസിന്റെ നയമല്ലേ? ഇവിടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് സ്ഥാപിച്ചതാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതിന്റെ ഗോഡൌണുകൾ 100 ഗോഡൌണുകൾ അദാനിക്ക് കൊടുക്കുകയാണ്. ഗുജറാത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് പരമ്പരാഗതമായ രീതിയിൽ മദ്യ മുതലാളിമാരിൽ നിന്ന് വലിയ തട്ടിപ്പുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയുള്ള ഒരു രാഷ്ട്രീയത്തിന് ഇതിനെതിരായി എന്ത് സമീപനമാണ് എടുത്തിട്ടുള്ളത്? എന്ത് പ്രസംഗമാണ് നടത്തിയിട്ടുള്ളത്?
ഈ മദ്യ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് വലിയ തട്ടിപ്പുകാരിൽ നിന്ന് പണം വാങ്ങിയുള്ള ഒരു ജാഥ എനിക്ക് നടത്തേണ്ട, ആ തരത്തിലൊരു കൊഴുപ്പ് വേണമെന്നാണ് വാദമെങ്കിൽ ആ കൊഴുപ്പ് എനിക്ക് വേണ്ട എന്നാണ് VM സുധീരൻ പറയുന്നത്. ഈ തരത്തിലുള്ള ഒരു ഫണ്ട് ശേഖരണത്തിൽ പുതിയ മാതൃക ശ്രീ VM സുധീരൻ സൃഷ്ടിക്കുകയാണെങ്കിൽ ആ മാതൃകയിലേക്ക് പോകുന്നതല്ലേ നല്ലത്? എല്ലാ ജില്ലകളിൽ നിന്നും മദ്യവ്യാപാരികളിൽ നിന്നും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും കാശ് പിരിപ്പിച്ചു. 2-3 ഉദാഹരണങ്ങളല്ലേ ചൂണ്ടിക്കാണിക്കാൻ മാത്രമല്ല 2000 പേരും ബൂത്ത് കമ്മിറ്റികളുടെ കൊടുക്കലല്ല, എല്ലാ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ സർവീസ് സംഘടനകളുടെ ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ കൊണ്ട് കാശ് പിരിപ്പിച്ചു. 1000 രൂപയുടെ കൂപ്പൺ രണ്ടാമത് അടുപ്പിച്ചു. രസീതുകൾ പ്രത്യേകം അടുപ്പിച്ചു. അതെല്ലാം കോട്ടയം ജില്ലയുടെ രസീതും പ്രത്യേക കൂപ്പൺ, ഇവർ ഇഷ്യൂ ചെയ്ത അല്ലാത്ത കൂപ്പൺ, കള്ള കൂപ്പണും ഒക്കെ അടിച്ച് പിരിച്ച് നാട് മുഴുവൻ കാശ് പിരിച്ചു. മദ്യ നയത്തിന്റെ സ്ഥിതിയാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും അതിൽ വെള്ളം ചേർത്ത് ഇപ്പോൾ ആ മദ്യനയം സുധീരൻ ജാഥ തുടങ്ങുമ്പോഴുള്ള മദ്യനയമല്ല ഇന്നുള്ളത്. ഇതിലൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഏത് മേന്മയാണ് ഈ ജാഥയുടെ ഫലമായിട്ടുണ്ടായെന്ന് പറയുന്നത്? നാടിനെ സംരക്ഷിക്കേണ്ടുന്ന സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളിൽ ഒരക്ഷരം ഉരിയാടുന്നില്ല സുധീരൻ. ആ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾ ഇന്ത്യ രാജ്യത്തെ 77% ആളുകൾ ഇപ്പോഴും 20 രൂപയുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണെന്ന് ആ നിലയിൽ കിടക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഗാന്ധിജിയെ നിയമസഭാ സമ്മേളനം 1-ാം തീയതി തുടങ്ങുകയാണ്. അപ്പുറത്തിരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളോ ഇങ്ങോട്ട് വരാൻ പോകുന്നു എന്നാണ് കുവൈറ്റുകാരോട് പറഞ്ഞത്. നിങ്ങൾക്ക് പരിചയമുള്ള ചില ആളുകൾ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരും എന്നാണ്. കുവൈറ്റ് തോമസ് ചാണ്ടിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, പക്ഷെ തോമസ് ചാണ്ടി അത് നിഷേധിക്കുകയാണ്. ഇപ്പോഴും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഇപ്പണിയൊക്കെ ചെയ്യാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആളുകൾ ഓടി നടക്കുന്ന കാലമാണിത്. തീർച്ചയായിട്ടും അതിലത്തെ സംശയമുള്ള. അല്ലാണ്ട് ബിജു രമേശിനെ പോലെ തിരുവനന്തപുരത്തെ ഒരു വൻ തോക്ക്, വെറും ഒരു അബ്കാരിയല്ല. ബിജു രമേശ് എന്ന് വെച്ചാൽ വെറും ഒരു മദ്യവ്യാപാരിയല്ല, ആനത്തലവട്ടത്തിന് അറിയാം. തിരുവനന്തപുരത്തെ ഒരു കിരീടം വയ്ക്കാത്ത രാജാവായിരുന്ന രമേശൻ കോൺട്രാക്ടറുടെ മകനാണ്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ ബിജു രമേശിനെ പോലെ ഒരു മദ്യ മുതലാളി വെറുതെ എഴുന്നേറ്റ് വന്നിട്ട് KM മാണിയെ പോലെ ഇത്രയും കൊല്ലം 50 കൊല്ലം MLA ആയിരുന്ന, 25 കൊല്ലം മന്ത്രിയായിരുന്ന ഒരാൾക്കെതിരെ വെറുതെ ആരോപണം ഉന്നയിക്കുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകിൽ വലിയ സംഘടിതമായ ശ്രമമുണ്ട്. മനസ്സാരുടെ ബൈറ്റ് കണ്ടല്ലോ അല്ലേ താങ്കൾ? അത് കണ്ടു. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഇപ്പോഴാണല്ലോ ഇന്നാണല്ലോ ഉശിരി വന്നത്. ഇത്രയും ദിവസം അദ്ദേഹത്താണ് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് പിച്ചാത്തിയെടുത്ത് ഊത്തിയ തുള്ളി ചോര ഉണ്ടാവുമായിരുന്നു. ഇല്ല, അതൊക്കെ ഇപ്പോൾ ഇനി പല ആൾക്കാർക്കും ഉന്മേഷമൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞതല്ല. KM മാണിയെ പോലെ പ്രബലനായി ഇത്ര കൊല്ലത്തെ പരിചയസമ്പന്നനായ ഒരാൾക്കെതിരെ ബിജു രമേശ് എഴുന്നേറ്റ് വന്ന് വെറുതെ ആരോപണം ഉന്നയിക്കില്ല. ആരോപണം ഉന്നയിച്ചതിൻ്റെ പുറകിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അത് കോൺഗ്രസിൽ ഉൾപാർട്ടി രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണ്. അത് VM സുധീരൻ്റെ യാത്രയുടെ ശോഭ കെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യമാണോ അതോ രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യമാണോ? രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സൗകര്യമുള്ളത് കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ഒരു 70% ഐ ഗ്രൂപ്പുകാരാണ്, പഴയ കരുണാകര വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരാണ് എണ്ണത്തിൽ കൂടുതൽ. ഇപ്പോൾ അനിൽകുമാറൊക്കെ ഏറെക്കുറെ അതിൽ വരുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കി. ശരിക്കും ഞാൻ പറഞ്ഞു ഒറിജിനലായിട്ടുള്ള ഗ്രൂപ്പ് ഐ ഗ്രൂപ്പിനാണ് കേരളത്തിൽ. ഞാനിപ്പോൾ എനിക്ക് 2 ഗ്രൂപ്പിനോട് പ്രത്യേകിച്ച് താല്പര്യമുണ്ടായിട്ട് പറഞ്ഞല്ല. 70% പ്രവർത്തകർ ഐ ഗ്രൂപ്പുകാരാണ്. പക്ഷേ ചെറിയ ഗ്രൂപ്പാണെങ്കിലും മറ്റവർ വളരെ ബുദ്ധിശാലികളും തന്ത്രശാലികളുമാണ്. അതുകൊണ്ടാണ് അവർ മുകളിലിരിക്കുന്നത്, ഇവർ പുറകിലായി പോയത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല അല്ല, ഇവരുള്ള ഈ അണ്ടർ ഹാൻഡ് ഡീലിങ്സ്, പണത്തിൻ്റെ ഏർപ്പാട്, വലിയ തട്ടിപ്പുകൾ. ഇപ്പോൾ സോളാർ കത്തി നിൽക്കുമ്പോൾ ജോസ് തെറ്റിലിനെതിരായിട്ട് ആരോപണം കൊണ്ടിരുന്ന പോലെ അതൊക്കെ ഇവരുടെ ഒരു രീതിയാണ്. ഇല്ലാത്ത ചാരക്കേസുണ്ടാക്കി കരുണാകരനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കെട്ടുകെട്ടിച്ചവരാണ് ഈ ഉമ്മൻചാണ്ടിയും സംഘവും. അവർ കരുണാകരനെ കെട്ടുകെട്ടിച്ചവർക്ക് KM മാണി നിസ്സാരമല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്ര ബിരുദന്മാർ സമർത്ഥന്മാരായ ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് വേണ്ടിയിട്ടാണ് ജനപക്ഷ യാത്ര തകർക്കാൻ വേണ്ടിയിട്ടാണ് ലാൻഡ് മൈൻ ഇല്ലേ, ഈ മാവോയിസ്റ്റുകളൊക്കെ കുഴിച്ചിരുന്ന ലാൻഡ് മൈൻ, അതുപോലത്തെ ഒരു ലാൻഡ് മൈനായിരുന്നു ഈ ബിജു രമേശ്. അത് ഇനിയിപ്പോൾ നമ്മുടെ വടക്കനൊക്കെ എപ്പോഴും പറയും ബാർ നഷ്ടപ്പെട്ട ഒരു മുതലാളി അദ്ദേഹത്തിൻ്റെ സമ്മതിത്തത് തെറ്റിയത് കൊണ്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് സാധ്യതയുണ്ട്, ഒരു പോസിബിലിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ആർക്കെതിരായിട്ട് ആദ്യം ഉന്നയിക്കേണ്ടത്? എക്സൈസ് മന്ത്രിക്കെതിരായിട്ടല്ലേ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടല്ലേ? പണം വാങ്ങി അങ്ങനെ ഒരു ആരോപണം ബിജു രമേശിന് ഇല്ലല്ലോ. ഇവരാരും ഒരു പൈസ വാങ്ങിയെന്ന് അദ്ദേഹത്തിന് കേസില്ല. അദ്ദേഹം പറയുന്നത് ഈ പാവപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല, KM മാണിക്കെതിരായിട്ടല്ലേ. KM മാണി നിയമമന്ത്രി അല്ലെങ്കിൽ ധനകാര്യമന്ത്രി പണം വാങ്ങി, അതിനെന്തെങ്കിലും ഒരു വിശ്വാസ്യത വേണ്ടേ? പണം വാങ്ങിയില്ലെന്നല്ല പറയുന്നത്. ധനകാര്യമന്ത്രി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് എത്രയോ മുമ്പ് എക്സൈസ് മന്ത്രി വാങ്ങിയിട്ടുണ്ടാവും, അതിന് മുമ്പ് മുഖ്യമന്ത്രി വാങ്ങിയിട്ടുണ്ടാവും. ഇവർക്ക് ആർക്കെതിരെ ബിജു രമേശിന് ഒരു പരാതിയില്ല. സിമ്പിളല്ലേ? അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? KM മാണിയെ മോശക്കാരനാക്കണം ഒന്ന്, അതിനേക്കാൾ ഉപരിയായിട്ട് VM സുധീരൻ്റെ യാത്ര തകർക്കണം. കാരണം
ഈ ധാർമ്മികത പറയുന്ന മദ്യനയത്തെക്കുറിച്ച് ഉച്ചസ്ഥരം കൊട്ടിഘോഷിക്കുന്ന VM സുധീരൻ അടക്കമുള്ളവരുടെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബാറുകാരുടെ എന്ന് കൈക്കൂലി വാങ്ങിയിട്ടുള്ളതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രീ KP അനിൽകുമാർ ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞു ജനപക്ഷ യാത്രാ വിവാദങ്ങൾക്ക് പിന്നിൽ ഉൾപാർട്ടി ഗൂഢാലോചനയാണെന്ന സംശയം നേരത്തെ ശ്രീ VM സുധീരൻ ഉന്നയിക്കുന്നു. ബാർ കോഴ ആരോപണം സംബന്ധിച്ച് ഗൂഢാലോചന നടത്തിയവരെ കേരള കോൺഗ്രസിന് അറിയാം എന്ന് KM മാണി പറയുന്നു. അവരെ സമയത്ത് കൈകാര്യം ചെയ്തു കൊള്ളാം എന്നാണ് പറയുന്നത്. ഇതെല്ലാം തന്നെയും ഉമ്മൻചാണ്ടിയിലേക്കാണോ നിഴൽ വീഴ്ത്തുന്നത്? അല്ല, അത് പറയുന്നതിന് മുമ്പ് ശ്രീ ആനത്തലവട്ട ആനന്ദൻ നേരത്തെ ചോദിച്ചു എന്താ നാളത്തെ രാഷ്ട്രീയം എന്ന്. നാളത്തെ രാഷ്ട്രീയം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഈ ആളെ വെട്ടലും കൊല്ലലും ഒക്കെ നിർത്തി എന്ന് പറയാതെ ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത്? എന്തിനാ നിങ്ങളെ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് പോലെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇതാണ് നാളത്തെ രാഷ്ട്രീയം. ഇതിനെയാണ് ഞാൻ നാളത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. അപ്പൊ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകണം. ജനങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരുന്നാൽ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ താങ്കളുടെ പാർട്ടി വിസ്മൃതിയിലായി പോകും എന്നുള്ളൊരു കാര്യം ഓർക്കണം. കോൺഗ്രസ് പാർട്ടി കാലോചിതമായി കാലാകാലങ്ങളിൽ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ രാഷ്ട്രീയമാണ് ശ്രീ VM സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് നാളത്തെ രാഷ്ട്രീയം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ കേരളത്തിലെ മദ്യമുതലാളിമാരുടെ കാശ് വാങ്ങിക്കില്ല ഞങ്ങളെന്ന്? നിങ്ങൾ വലിയ തൊഴിലാളി വർഗ പാർട്ടിയല്ലേ? നിങ്ങൾ ഒരു ദിവസം രണ്ട് പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളാണ് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ഗൂഢാലോചന പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എന്ന് ശ്രീ VM സുധീരൻ, ബാർ കോഴ ആരോപണം സംബന്ധിച്ച് ഗൂഢാലോചന നടത്തിയവരെ കേരള കോൺഗ്രസിന് അറിയാമെന്ന് KM മാണി. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ ഡൈനാമിറ്റ് അല്ലേ ഇത്? ഒരിക്കലുമല്ല. അങ്ങനെ ഞാൻ ധരിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നികേഷേ ഈ ജാഥയുടെ ശോഭ കെടുത്തുവാനായി എല്ലാ ആഴ്ചകളിലും ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് അതിന്റെ പിന്നിൽ? അതേക്കുറിച്ചാണ് ശ്രീ VM സുധീരൻ പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ ഈ ജാഥയെ തകർക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്, ഒരു ഗൂഢാലോചനയുണ്ട് എന്ന്. സ്വാഭാവികമായും ഈ ജാഥ CPM ആണെങ്കിൽ നിങ്ങളിപ്പോ വെറുതെ വിടുമായിരുന്നോ? KPCC പ്രസിഡന്റ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങൾക്ക് കുറെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അത് ഞങ്ങൾ അവസാനം പറയാമെന്നാണ്. ഈ പറയുന്ന ആനത്തലവട്ടത്തിന്റെ പാർട്ടി ആയിരുന്നു എങ്കിൽ ആ പാവത്തിനെ നിങ്ങൾ ഇന്ന് വെറുതെ വിടുമായിരുന്നു. അതല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ മറച്ചും ഒളിച്ചും ഒക്കെ പറയുന്നത്? ചിലപ്പോൾ BJP ആയിരിക്കും. പാവ അനിൽകുമാറിനെ അധികം ബുദ്ധിമുട്ടിക്കല്ലേ, പിന്നെ ചോദിച്ച് അതിനോടായിരുന്നു ചോദ്യം. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, നിങ്ങൾക്ക് അറിയാതെ ഇപ്പം അറിയാമല്ലോ, നിങ്ങളുടെ പാർട്ടി കൂടി ഇതിനകത്തൊക്കെ ഭാഗഭാക്കാണ്. പല ചർച്ചകളിലും അത് തെളിവുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള റോൾ അതിനകത്തുണ്ടോ എന്ന് ശ്രീ KP അനിൽകുമാർ ഇനി അടുത്തൊരു ചോദ്യം കൂടെ ചോദിച്ചാൽ ചിലപ്പോൾ സംശയം പ്രകടിപ്പിച്ചേക്കാം. അതിനു മുമ്പ് ഉത്തരം പറയും. അല്ല, അനിൽകുമാർ പറഞ്ഞത് നാളത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് റോഡ് തൂക്കലും അതുപോലെ തന്നെ പച്ചക്കറി വെച്ച് പിടിപ്പിക്കലുമാണെന്നാണ്. ഇതെല്ലാം കോൺഗ്രസ് എന്താ പുതുതായി കണ്ടുപിടിച്ച ഒരു മാർഗം വരെയാണ്. 67 വർഷം രാജ്യം ഭരിച്ചതിന് ശേഷം ഇപ്പോഴും മലമൂത്ര വിസർജനം നടത്താൻ പോലുമുള്ള കക്കൂസ് പോലും 50% ആളുകൾക്ക് ഉണ്ടായി കൊടുക്കാത്തൊരു പാർട്ടി ഗവൺമെൻറ്റിൻ്റെ പരാജയത്തിൽ നിന്ന് എല്ലാ സന്നദ്ധ സംഘടനകളും CPM ഉൾപ്പെടെ, ഇത് കോൺഗ്രസിനെയും തുടങ്ങിയതല്ല, കോൺഗ്രസ് ഇപ്പോഴാണ് രംഗത്തിറങ്ങിയത്. CPM ഇതിന് മുമ്പിറങ്ങി. ഫ്ലക്സിൻ്റെ കാര്യത്തിൽ CPM നേരത്തെ കഴിഞ്ഞ കോട്ടയം സമ്മേളനത്തിൽ ഫ്ലക്സ് ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോഴും ഫ്ലക്സ് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിട്ട് പ്രഖ്യാപനം നടത്തിയിട്ട് പിൻവലിച്ചു പോയി. ഫ്ലക്സ് ഇപ്പോഴും ഉപയോഗിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്കൊന്നും നടപ്പാക്കാൻ സാധിക്കില്ല. ഇത് രണ്ട് കാര്യമാണോ രാജ്യത്തിൻ്റെ ഭാവി, നാളത്തെ ഇന്ത്യ? ഞാൻ നേരത്തെ അവരുടെ ജാഥ തുടങ്ങിയത് മുതൽ ഇതിന്റെ കൊടയുണ്ട്. അത് മാത്രമല്ല, അവർ നടത്തുന്ന ജാഥയിൽ എന്ത് മുദ്രാവാക്യമാണ് വേണ്ടത് എന്ന് VM സുധീരനെ വിമർശിച്ചുകൊണ്ട് ശ്രീ K മുരളീധരന് പറയാം. ആനത്തലവട്ട ആനന്ദൻ അത് പറയണ്ട.
പിണറായി വിജയൻ ജാഥ നടത്തുമ്പോൾ ആനത്തലവട്ട ആനന്ദിന് പറയാം അങ്ങനെ ആയിരുന്നില്ല പിണറായി വിജയൻ പറയേണ്ടത്. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? എന്താണ് CPM-ന് പങ്കാളിത്തം ഉണ്ടോ ഈ പറയുന്ന ജാഥ പൊളിക്കുന്നതിന് വേണ്ടി? ഈ ഗൂഢാലോചനയിൽ എല്ലാ കാലഘട്ടത്തിലും CPM-ഉം ഭാഗഭാക്കായിരുന്നു എന്നാണ് ആക്ഷേപം. അല്ല, അനിൽകുമാറിന് പോലും ആ ആക്ഷേപമില്ലല്ലോ. CPM-കാരല്ല ഇത് പൊളിച്ചത്. അതിനകത്ത് തന്നെ ഓരോ ആഴ്ചയിലും ഓരോ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് അനിൽകുമാർ പറഞ്ഞു. അത് CPM-നെ കുറിച്ചോ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടി BJP-യെ കുറിച്ച് പോലും പറഞ്ഞില്ല. അപ്പൊ പിന്നെ ആരാ ഉള്ളത്? കോൺഗ്രസ് തന്നെയാണ്. അത് നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുകയുണ്ടായി. അതിനകത്ത് ആരാണ് ഈ ഭിന്നിപ്പുണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ നല്ല ചിത്രം അഡ്വക്കേറ്റ് ജയശങ്കർ വരച്ച് കാണിച്ചല്ലോ. ഞങ്ങളെ വിട്ടേരെ, ഞങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ പോയില്ല. ഈ ഫോം തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചർച്ച കുറെ കൂടി നന്നാക്കാമായിരുന്നു. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, KP അനിൽകുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.